തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വരി നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ പോളിംഗ് അനുവദിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലെത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പറയൂ, പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ഇപ്പോൾ എറണാകുളത്തെ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സമയപരിധി പൂർത്തിയാക്കി കഴിഞ്ഞു. 6 മണിയോടുകൂടി തന്നെ ഏതാനും ബൂത്തുകളിൽ ഒഴികെ ബാക്കി എല്ലാ ഇടത്തും പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ നിരവധി ബൂത്തുകളിലുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും പോളിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ സീൽ ചെയ്ത് പോളിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഉദ്യോഗസ്ഥർ. അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നമുക്ക് 5:30 മണിയുടെ വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിൽ ലഭിക്കുമ്പോൾ ഏതാണ്ട് 73% വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ 74ലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ. അതിനപ്പുറത്തേക്ക് ഒരു 1-2 ഡിജിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇപ്പോൾ ഒരു അന്തിമ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കും. അതിൽ 74% പുരുഷന്മാരും 71% സ്ത്രീ വോട്ടർമാരും 34% ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു എറണാകുളം ജില്ലയിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങളും പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം, മരട് അവിടെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നത്. ഒരു കള്ളവോട്ട് പരാതി ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ പേരിൽ തന്നെ ഒരു കള്ളവോട്ട് നടന്നതായി ഉന്നയിച്ചിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഒപ്പം തന്നെ 20ാം ഡിവിഷൻ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിൻ്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ പേരിലാണ് ഒരു കള്ളവോട്ട് ഉണ്ടായിരുന്നത്. അത് ചലഞ്ച് ചെയ്തതിനെ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുവാദത്തോടെ ഒരു മണി എസ് രാധാകൃഷ്ണൻ വീണ്ടും ഒരു വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത്. പിന്നീട് വൈറ്റ്ല ജനതാ ഡിവിഷനിലും ഇത്തരത്തിൽ കള്ളവോട്ട് എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. പെരുമാവൂർ മുടക്കുഴിയിലും വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായിരുന്നു. അത്തരത്തിൽ പലവിധ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും തീർത്തും സമാധാനപൂർവ്വമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ബൂത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകുന്ന കിഴക്കമ്പലം അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ പൊതുവെ ശാന്തമായിരുന്ന ഒരു പോളിംഗ് ആയിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തതും എറണാകുളം ജില്ലയിലാണ് എന്ന് ഇപ്പോൾ വിവരങ്ങൾ വരികയാണ്. നമുക്കറിയാം, നഗരപ്രദേശമാണ്. ഈ നഗരപ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ സമയത്തിൽ ഏതാണ്ട് 60% കൂടുതൽ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരുപക്ഷെ ഒരു 10%-ലധികം ഏകദേശം വോട്ട് പോളിംഗിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇത് ആർക്ക് ഗുണമാകുമെന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ കണക്ക് കൂട്ടലുകൾ ഇനി അത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഈ നഗര കേന്ദ്രത്തിൽ തന്നെ ഈ ഒരു നഗരപ്രദേശങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്ന എറണാകുളം ജില്ലയിൽ ഈ കൂടുതലായി എത്തിയിരിക്കുന്ന വോട്ട് ആർക്ക് അനുകൂലമാകുമെന്നുള്ള വലിയ രീതിയിലുള്ള കണക്കൂട്ടലുകളാണ് ഇനിയുള്ള തുടർന്നുള്ള മണിക്കൂറുകളിൽ നടക്കുന്നത്. ഒരു വലിയ രീതിയിൽ ത്രികോണ മത്സരം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വാശിയോടുകൂടി നടന്നിരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കൂടുതലായി എത്തിയിരിക്കുന്ന വോട്ടർമാർ അത് ആരെ തുണയ്ക്കും, ആരുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കും എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനിലെ ഏജന്റുമാർ, അവിടുത്തെ പോളിംഗ് ബൂത്ത് ഏജന്റുമാരെല്ലാം ചേർന്ന് അത്തരത്തിലൊരു കണക്കുകൂട്ടലുകളെല്ലാം എടുത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജയപരാജയങ്ങൾ കണക്കുകൂട്ടുന്ന തിരക്കുകളിലേക്ക് ഇതോടകം തന്നെ കയറി കഴിഞ്ഞു. ഇപ്പോൾ 6 മണിക്ക് ശേഷം ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പോളിംഗ് ക്യൂ ഉണ്ടായിരുന്നു. 6 മണി വരെ കോമ്പൗണ്ടിനകത്ത് ക്യൂവിൽ ഇടം പിടിച്ചവർക്കെല്ലാം അവർക്ക് ടോക്കൺ നൽകിക്കൊണ്ട് അവർക്ക് കൂടി അവസാന ഘട്ടം വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പലയിടങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലെല്ലാം തന്നെ തീർത്തും സമാധാനപൂർവ്വമായിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർത്താനും ഇത്തവണ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജില്ലയിൽ നിന്ന്.